ഞങ്ങള് പോവാണ്. ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ ഇവൻ ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി. കാശൊക്കെ തീർന്നു. മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂർ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്. ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നും നിൽക്കുന്നത്. എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരിക. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാൻ അങ്ങനെ ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രമല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സിന് അതൊക്കെയാണ് പറയണത്. ആരും പിടിച്ചാലും ചെയ്യാൻ അന്വേഷിക്കാൻ വന്നാലും ശരി ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വീഡിയോ ഇല്ലേ, ആ വീഡിയോയില് സംഭവം വേറെ ഒന്നുമില്ല. ഇവൻ ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി. കാശൊക്കെ തീർന്നു. മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയച്ഛൻ അവനെ കേട്ടിട്ടില്ല. ഒന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകാൻ പോകാമെന്ന് നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ. പുള്ളിക്കാരനൊക്കെ നമ്മൾ അറിയാവുന്ന. അപ്പോൾ അവരാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ. നടക്കുക. ഇവർ രണ്ടാൾ തിരിച്ചു വന്നു. കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ്. അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കണോടൊപ്പം ഒരു കസ്റ്റം വിളിച്ച് പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അവളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു അവളെ ഇനി വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി. ആ ചെക്ക ഇട്ടിട്ട് പോയി. ചേച്ചിയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോ അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പൊ അവള് പറയും ഞാൻ മുസ്ലിം ആവാൻ പോവാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഒരു ലൈവ് വീഡിയോ വന്നിട്ടുണ്ടായല്ലോ, നമ്മുടെ ഒളിച്ചോടിയ തങ്കപ്പെട്ട 2 ഊളകളുടെ 2 വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോ വന്നതിന്റെ പുറകെ തന്നെ അതിന്റെ സീസൺ 2 ആയിട്ട് പുറത്തിറങ്ങിയ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അടിച്ച് പിരിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഉമ്മ വയ്ക്കലേ. ആ ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ വരൂ. അതായത് അവരുടെ സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ടാണ് ഇങ്ങനെ ഒളിച്ചോടിയത്. രണ്ടും കണക്ക് തന്നെ, രണ്ടും നല്ല മൂത്ത ടീംസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ഈ ഒരു കാര്യത്തിനകത്ത് ഞാൻ ഇവർ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യൂല. ഇപ്പൊ ചിലര് ചിലപ്പോൾ വിചാരിക്കും അയ്യോ ട്രൂ ലവ് ആയതുകൊണ്ട് പോയതാണെന്നൊക്കെ വിചാരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യണവന്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അവരോടൊക്കെ എനിക്ക് നടുവിരൽ നമസ്കാരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. കാര്യം ഇതേപോലുള്ള ഉളകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഈ അവിഹിതം കാണിച്ചിട്ട് ആ അവിഹിതം ഇത്രയ്ക്ക് ഇതായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് എൻ്റെ പൊന്നോ, ആ വീഡിയോ കണ്ടേച്ചാലും മതി, അമ്മാതിരി വീഡിയോ ആയിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെപ്പറ്റി രണ്ടാമതൊരു വീഡിയോ എടുക്കണം. ആ ഒരു വീഡിയോ വന്നപ്പോ തന്നെ അതിന്റെ പുകിൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ അതിന്റെ പുറകെ തന്നെ പിന്നെയും വീഡിയോ എടുത്ത് ഇടണമെങ്കിൽ അതിൻ്റെ ഒരു ഇത്തിരി ഇതൊന്നും പോരാ. അതിനെന്തോ കൂടിയൊരു മനസ്സൊക്കെ വേണം. കാര്യം അവര് ഒളിച്ചോടി നിങ്ങൾ പോയി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആ
ആ ഒരു മൂത്തിരിക്കണോണ്ട് നിങ്ങൾ പോയി, ഓക്കെ. അപ്പൊ എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് അതുവഴി സുഖം കണ്ടുപിടിക്കുന്ന എന്തോ ഒരു പ്രത്യേക ജന്മങ്ങളാണ് ഇവരെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. കാര്യം ഇവരുടെ ഇതിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക സുഖം ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ ഒളിച്ചോടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവർക്ക് നാട്ടുകാരെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എന്തോ പ്രത്യേക ഒരു സുഖം ഇവർക്ക് കിട്ടണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള. കാര്യം അവിടെ അവരുടെ ഭാര്യ, അതായത് ഈ പോയ പുള്ളിക്കാരന്റെ ഭാര്യ, അതായത് ഈ പോയ പുള്ളിക്കാരിയുടെ ചേച്ചി അവിടെ അത്രയും വിഷമിച്ചിരിക്കുമ്പോഴും ഇവര് ഇവിടെ കിടന്ന് വീഡിയോ എടുത്ത് സഹിച്ച് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ടിരിക്കുന്നു. കൊള്ളാം. എന്തായാലും നല്ലൊരു ഭാവിയിലേക്കാണ് നമ്മുടെ ഈ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ള. ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ആയി. ഇനി ചിലപ്പോൾ ഭാവിയിലാവുമ്പോഴത്തേക്കും ഇതൊക്കെ ചിലപ്പോൾ അവരൊരു വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒളിച്ചോടാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്റെ ചേച്ചീനെ പറ്റിച്ച് ഇപ്പൊ എന്റെ ചേട്ടന്റെ കൂടെ ഒളിച്ചോടാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വരുമായിരിക്കാം ഭാവിയിൽ. കാര്യം ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ പിന്നെ ഭാവിയിലെ കേസൊന്നും നമ്മൾ പറയാണ്ടിരിക്കണത് നല്ലത്. അപ്പൊ എനിക്ക് ഇതിനെയൊക്കെ പറ്റി വലിയൊരു വീക്ഷണ കോണത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര വലിയ രീതിക്ക് ഇതിനെയൊക്കെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവരെയൊക്കെ പറ്റിയിട്ട് പിന്നെ എന്ത് പറയാനാണ്? അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ ഉളകളെ പറ്റി പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കമന്റ് ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബിസി യു.